അപ്പോൾ ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 14 എൻ്റെ പറഞ്ഞാൽ നല്ലൊരു പഠിക്കോ കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. താങ്ക് യു. ബർത്ത്ഡേ കുറേ ആളെല്ലാം ബർത്ത്ഡേ വിഷ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കഴിഞ്ഞില്ലത്തെ എൻ്റെ പറഞ്ഞാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിബിളായിരുന്നു. അന്ന് ഏതോ ഒരു ബുധനാഴ്ച ചൊവ്വാഴ്ച മറ്റുണ്ടായിന്, അത് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിന്. അന്ന് ഷിഫ്റ്റിനെല്ലാം പോയി, ആരും അറിഞ്ഞിട്ടൊന്നും ഇല്ല. എൻ്റെ പിറന്നാൾ അന്നാന്ന് ഒരാൾക്കും അറിയുന്നുണ്ടായിട്ട. അപ്പൊ ഇപ്രാവശ്യത്തെ പിറന്നാൾ അങ്ങനെയൊക്കെ എന്ത് രസമില്ലത്, എന്തെങ്കിലും ഒരു ചേഞ്ച് എല്ലാം വേണ്ടേ. അതുകൊണ്ട് ഞാൻ ഒറ്റക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് കുറെ ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടാ. മെയിനായിട്ട് ആ ഗിഫ്റ്റ് അൺബോക്സിങ് പരിപാടിയാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും ഗിഫ്റ്റ് ഉണ്ടാ, ഇതെല്ലാം ഞാൻ തന്നെ എൻ്റെ പൈസ കൊടുത്തിട്ട് എനിക്ക് തന്നെ മേടിച്ച ഗിഫ്റ്റുകളാണ്. ലെറ്റ്സ് ഓപ്പൺ. ഇത്രയും സാധനങ്ങൾ ഞാൻ മേടിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ടൊന്നല്ല, 1 മാസം 1.5 മാസം കൊണ്ട് ഇങ്ങനെ മെല്ലെ 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 മേടിച്ചു വെച്ചതാണ്. അപ്പം മെല്ലെ മെല്ലെ തുറക്കാം. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പിറന്നാൾ ഡ്രസ്സാണ്. ബർത്ത്ഡേ ഡ്രസ്സ്, ഒരു ലോങ് മാക്സി ഡ്രസ്സാണ് ഞാൻ എടുത്തത്. ഒന്നുമില്ല, പോയി കണ്ടു, ഇഷ്ടപ്പെട്ട് എടുത്ത്. കാണാൻ ലുക്കില്ലാന്നല്ലോ, ചേരുന്നില്ല. ആടുന്ന് ട്രയൽ റൂമിൽ നിന്ന് ഇട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഇതാണ്, ഇനി മാറ്റാനതൊക്കെ ഇല്ല. മേടിച്ചിട്ട് 2 ആഴ്ച മറ്റേ. അപ്പോൾ ഇതാണ് എൻ്റെ പിറന്നാൾ ഡ്രസ്സ്. പിറന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യം എനിക്ക് ഓർമ്മ വന്നത്, നാട്ടിലുണ്ടാകുമ്പം എങ്ങനെയാണ് പിറന്നാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച മുന്നേ എല്ലാം ഞാൻ തുടങ്ങും, അച്ഛാ പിറന്നാളാണ്, കുപ്പ എടുക്കാൻ പോണ്ടേ, ചെരുപ്പ് എടുക്കണ്ടേ എന്നെല്ലാം പറയും. അപ്പം അച്ഛൻ കൂട്ടിയിട്ട് പോവും. അച്ഛൻ ആടി ഇരിക്കും, ഞാൻ ഫുള്ള് ഓടി നടന്നു 1-2 മണിക്കൂറെല്ലാം എടുത്തിട്ട് ഒരു പൊട്ട സാധനം കൊണ്ട് എടുക്കും. അച്ഛനാ ഓക്കെ ബില്ല് മേടിച്ചു തന്നിട്ട് വരും. ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈടിപ്പം അങ്ങനെയൊന്നുമില്ല. അച്ഛാ വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ. അച്ഛനും ഞാനും പോയിട്ട് ഈ ഡ്രസ്സെല്ലാം മേടിക്കുന്നതെല്ലാം അടിപൊളി വൈബായിരുന്നു. അതെല്ലാം എനിക്കിപ്പം മെയിനായിട്ട് എൻ്റെ പിറന്നാൾ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോയാലും മെയിനായിട്ട് ഓർമ്മ വന്നത് അതെല്ലാന്ന്. എത്ര നല്ല നല്ല ഓർമ്മകളാണ് നാട്ടില്. ശേ, അല്ലെങ്കിൽ അക്കരപ്പച്ചയാണല്ലോ നമ്മളെല്ലാം മെയിൻ പ്രശ്നം. ഇനി അടുത്ത സാധനം തുറക്കാം. അടുത്തത് ബാഗ്. ഈ ബാഗ് ഞാൻ പ്രൈമാർക്ക് നിന്ന് മേടിച്ചതാണ്. ഈ നീല കുപ്പായത്തിന് ഇത് നല്ല രസമുണ്ടാവും. അപ്പം ബാഗും കുപ്പായും റെഡി. നല്ല മലയല്ലേ, നല്ല കമ്മലല്ലേ. ബ്യൂട്ടി വ്ളോഗേഴ്സിൽ അങ്ങനെയാണ്. ഇതും കണ്ടു ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തതാണ്. അങ്ങനെ കുറേ സമയം നോക്കി ഏതെടുക്കും, എത്ര ഓട്ടം, ഒരു 5-6 ഓട്ടെല്ലാം പോയി, 5-6 കുറച്ച് കൂടുതലല്ലേ, ഒരു 3-4 ഓട്ടെല്ലാം പോയി ഇട്ട് നോക്കി മണിക്കണോ വേണ്ടോ അങ്ങനെ വിചാരിച്ച് മേടിച്ചൊരു സാധനമുണ്ട്. അത് ഞാൻ പിന്നെ തുറക്കാം. അതിന് പോട്ടെ, വേറൊരു ഡ്രസ്സും കൂടി ഉണ്ടേ. ഇത് ശരിക്കും വിൻ്ററിന് ഇടുന്ന ഡ്രസ്സാണ്. അവിടെ ഓഫറിന് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തു. കാരണം ഇത് സമ്മറായില്ലേ, അപ്പോൾ ഇതൊന്നും ആരും മേടിക്കില്ല. അപ്പോൾ അവർ ഓഫറിന് ഇട്ടു, അപ്പോൾ ഞാൻ എടുത്തു. അടുത്തത് ഇതെൻ്റെ പിറന്നാൾ ഡ്രസ്സിന് ഇടാൻ വേണ്ടിയിട്ട്. ഇത് അന്നേ ഞാൻ ഇങ്ങത്താനൊന്നും മേടിക്കണം എന്ന് വെച്ചിന്. പക്ഷെ ഞാൻ മേടിച്ചാൽ ഇത് വർക്കിനൊന്നും പോകുമ്പോൾ ഇതെന്തായാലും കുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിട്ടു. പക്ഷേ അവസരം വന്നു, എടുത്തു. അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണ്. മോസ്റ്റ് ഓഫ് ദ പെമ്പിള്ളേർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പൊട്ടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ. ലിപ്സ്റ്റിക്, ഇത് അടിപൊളി ഷെയ്ഡാണ്. മെബിലൈൻ്റെ ലിപ്പി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അയ്യോ സൂപ്പർ ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ടാവും, നല്ല രസം ഉണ്ടാവും, ഏത് സ്കിൻ ടോണുകാർക്കും ചേരും. ഇത് മുന്നേ ഒരിക്കാൻ മേടിച്ചിനി, അത് എൻ്റെ ഏച്ചിക്ക് കൊടുത്തു. ഇത് മേടിച്ചാൽ ഞാൻ സൂപ്പർ ഡൂപ്പർ ഹാപ്പിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ ഇത്രയും സാധനം മേടിച്ചിട്ട് സങ്കടമായ സാധനം ഇതാണെങ്കിൽ നമുക്ക് റിട്ടേൺ അയക്കേണ്ട ഓപ്ഷൻ പോലും ഉണ്ടായിട്ട് എനിക്കത് ഭയങ്കര സങ്കടമായി. സംഭവം ഇതിന് വലിയ പൈസ ഉണ്ട്, പക്ഷെ ഇത് കാണാൻ അത്ര പൊരയില്ല. എലിസബത്ത് ആർഡൻ, അങ്ങനെ ആ പ്രൊനൗൺസിയേഷനൊന്നും എനിക്കറിയില്ല. എലിസബത്ത് ആർഡൻ ന്യൂയോർക്ക്, അതിൻ്റെ ഒരു സൺസ്ക്രീനാണിത്. റിഗ്രറ്റ് സാധനം, റിഗ്രറ്റ്
പ്ലീസാണ് എനിക്കിത് മേടിച്ചേരി. ഇത് മാത്രമേ സങ്കടമുള്ളൂ, ബാക്കിയെല്ലാം ഹാപ്പിയാണ്. 3-4 വട്ടമെല്ലാം പോയിട്ട് ഇട്ട് നോക്കി, വേണോ വേണ്ടോ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് എല്ലാം സെറ്റാണോ പെർഫെക്റ്റ് ആണോ അങ്ങനെ ചിന്തിച്ച് മേടിച്ചൊരു സാധനമാണ്. ഇതെനിക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് മേടിച്ചൊരു സാധനമാണ്. ഇത് ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് അഡിഡാസിൻ്റെ സാംബ ഷൂ. കഴിഞ്ഞ നവംബർ തൊട്ടെല്ലാം ഞാനിങ്ങനെ ആൾക്കാരെ ഷൂ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ആൾക്കാരല്ല, ഈ എഡിൻബറയിൽ ഞാൻ കണ്ട ഏറ്റവും കൂടുതൽ ആൾക്കാരും ഇട്ട ഷൂ ഇത്. എന്നിപ്പോൾ ഇനി ഇത്ര വലിയ പ്രത്യേകത എന്നല്ല ഞാൻ ഇങ്ങനെ നോക്കി. പിന്നെ ഞാനും അതിൻ്റെ ഫാനായി മെല്ലെ. പിന്നെ ഏടെ കണ്ടാലും ഈ ഷൂ ആണ് ഞാൻ കാണുന്നത്. ഭയങ്കര അട്രാക്റ്റായി. പിന്നെ മേടിക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ എങ്ങനെയും പറ്റിയില്ല. മേടിക്കാൻ പോകുമ്പോൾ വേണ്ടോ ഇപ്പം ആവശ്യമുണ്ടോ, ഇപ്പം അത്ര പൈസ കളയണോ എന്നെല്ലാം വിചാരിച്ചു നിന്നു. കുഞ്ഞു കാലില്ലവർക്ക് കിഡ്സിൻ്റെ സൈസ് മേടിക്കുന്നത് നല്ലത്. അപ്പോൾ അത്രയും പൈസ ലാഭിക്കുകയും ചെയ്യുക, സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ അത് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് മേടിക്കാൻ പറ്റി. ഐ ആം സോ ഹാപ്പി. എന്നാൽ അതിന് മാത്രം പ്രത്യേകത ഇതിന് ഇടെങ്ങാനും കട്ടിൻ്റെ അടിയിലെങ്ങാനും വെച്ച് ഞാൻ പൂജിക്കലേ ഉണ്ടല്ലോ. ഡെയിലി ഞാൻ യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. എൻ്റെ ഒരു അടുത്ത ചങ്ങാനോട് പറയുന്നത്, എന്തിന് ഇതൊക്കെ മേടിച്ചിട്ടിട്ടിട്ട് എന്തിന്, നാട്ടിൽ പോയാൽ എല്ലാവരും പറയും ഡൂപ്പാന്ന്. ശരി തന്നെ, ഞാനവിടെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ കഥയില്ല. ഞാനങ്ങനെ മേടിക്കൊന്ന് പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൊരിക്കൽ മേടിക്കൂലേ, അങ്ങനെ മേടിച്ച സംഭവമാണ് ഇത്. ചിലവർക്കൊന്നും ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല, അവരെല്ലാം പണ്ടേ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മേടിക്കുന്നതെല്ലാം അപ്പം അതിൻ്റെതായ ഒരു ഓവർ സന്തോഷവും എക്സൈറ്റ്മെൻ്റ് എല്ലാം എനിക്ക് ഉണ്ട്. ചിലവർക്ക് അറിയില്ലായിരിക്കും ഇതൊന്നാണ്. അവർക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, പെൺപിള്ളേർക്കെല്ലാം. പക്ഷെ ചിലവർക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ എൻ്റെ അമ്മക്കൊന്നും മനസ്സിലാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈഫ് സേവറാണ്. നമ്മൾ ഈ കല്യാണത്തിനെല്ലാം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, ഞാനെല്ലാം ചെയ്യുന്ന തലേന്ന് ഷാമ്പു എല്ലാം തേച്ച് ഉണക്കി മുടിയെല്ലാം ഓരോന്നെടുത്ത് മടഞ്ഞിട്ടിട്ടാണ് സെറ്റാക്കി വെക്കാൻ മുടി. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി തൊട്ട് അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇതെടുക്കുക, പ്ലഗ് കുത്തുക, ഓൺ ചെയ്യുക, ജസ്റ്റ് വാരിയാൽ മതി. മുടി ഇങ്ങനെ സെറ്റായിട്ടിരിക്കും. ഞാൻ എനിക്ക് ആക്കി വെക്കിയിട്ടുണ്ടതിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ പിറന്നാളിന് മേടിച്ച ഗിഫ്റ്റുകൾ. ആൻഡ് ഐ എം സോ ഹാപ്പി ഇൻ ദാറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഓക്കെ. അപ്പോൾ ബൈ.